പുതിയ AKG സെന്ററിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വാർത്താസമ്മേളനം നടത്തി. ഏപ്രിൽ 23 പുതിയ AKG സെന്റർ മുഖ്യമന്ത്രിയും പൊളിറ്റ് ബ്യൂറോ അംഗമായ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. അപ്പോൾ അതേപ്പറ്റി കുറേ ചോദ്യങ്ങൾ. AKG സെന്റർ കാവ്യ നിറമാണോ, അത് കാവ്യാണോ ഇഷ്ടികയുടെ നിറമാണോ എന്ന് പോയി ഇത് റിപ്പോർട്ട് ചെയ്യുന്ന മാപ്പറുകൾ ആദ്യം ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും. ഈ പറഞ്ഞ് അങ്ങേയറ്റത്തെത്തിയിരിക്കുന്നത് മലയാള മനോരമയാണ്. മനോരമയുടെ പിറ്റേന്നത്തെ പത്രം, അതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന വാർത്തയും അതോടൊപ്പം കൊടുത്തിരിക്കുന്ന ജ്യോതിഷ പ്രവചനവും എന്താ ജേർണലിസം ഏതൊക്കെ അവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഏപ്രിൽ 23 10-ാമതയമാണ്. ഹെഡിങ്ങാണ് മനോരമയുടെ തലക്കെട്ടാണ്. അന്ന് ശുഭദിനം, 10-ാമതയം, നല്ല ദിവസം. പുതിയ ആസ്ഥാന മന്ദിരത്തിലേക്ക് CPM കയറുന്നു. പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിശ്ചയിച്ചിരിക്കുന്നത് ഏപ്രിൽ 23 നിശ്ചയിച്ചിരിക്കുന്ന ഏപ്രിൽ 23 10-ാമതയമാണ്. ശുഭകാര്യങ്ങൾക്കത് അനുയോജ്യമായ ആണ് എന്നാണ് ഈ ദിവസവുമായി ബന്ധപ്പെട്ട വിശ്വാസം. അപ്പോൾ AKG സെന്ററിന്റെ ഉദ്ഘാടനത്തെ വിശ്വാസത്തിൽ കൊണ്ട് കെട്ടുകയാണ് മലയാള മനോരമ. MV ഗോവിന്ദൻ അങ്ങനെ വല്ലതും പറഞ്ഞോ? എന്തെങ്കിലും പറഞ്ഞായിട്ട് അറിയില്ല. ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ നോക്കുന്നവരല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ മനോരമയ്ക്ക് ഇതിനെ വിശ്വാസമായിട്ട് കെട്ടിയിട്ടേ പറ്റൂ. അതാണ് 10-ാമതയെ കണ്ടുപിടിച്ചിരിക്കുന്നത്. നല്ല ദിവസമാണ്. ഇനി തിരിച്ച് മനോരമയോട് ചോദിക്കട്ടെ, സെന്റ് ജോർജ് ദിനം ഈ 10-ാം തീയതി തന്നെയാണ്. ഈ ഏപ്രിൽ 23 തന്നെ സെന്റ് ജോർജ് ദിനം വരുന്നു. മനോരമയുടെ അറിവിലേക്ക് പറയുക. പുതുപ്പള്ളി പുണ്യാളന്റെ പെരുന്നാളിന് കൊടിയേറുന്ന ദിവസമാണ് ഏപ്രിൽ 23. അതുപോലെ ഹനുമാന്റെ ജയന്തിയാണ് ഏപ്രിൽ 23, ജന്മദിനം. പിന്നെ അതുകൂടി ഇതിനകത്ത് കൂട്ടിക്കെട്ടാമായിരുന്നില്ലേ? ഒരു സംഖ്യ ലൈൻ കൂടെ ചേർത്ത് വെച്ചിട്ട് ഹനുമാന്റെ ജയന്തിയും അന്നാണ് 10-ാമതയത്തിനൊപ്പം. പിന്നെ പുണ്യാളന്റെ അവരങ്ങ് വിട്ടേക്കും, വേണ്ടെന്ന് വെക്കാം. കാരണം പുണ്യാളനുമായിട്ട് CPM-ന് ബന്ധമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാലും ഹനുമാൻ ജയന്തി കൂടി ചേർത്ത് വെക്കാമായിരുന്നു. അപ്പൊ കുറച്ചുകൂടി ഒരു പഞ്ച് സ്റ്റോറിക്ക് കിട്ടുമായിരുന്നു. ഇതാണോ ജേർണലിസം? എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബുദ്ധി കൊള്ളാം, അത് ചിലപ്പോൾ മന്ദബുദ്ധിയായി പോകും. ഇനി തിരിച്ച് ഫ്ലാഷ് ബാക്ക് പറയട്ടെ. 1988 അത് മനോരമയുടെ 100-ാം വാർഷികാഘോഷമാണ്. കോട്ടയത്ത് മനോരമ ഓഫീസിനോട് ചേർന്നുള്ള ബസേലിയസ് കോളേജിൽ വളരെ പ്രൗഢഗംഭീരമായ ചടങ്ങിൽ അത് ഉദ്ഘാടനം ചെയ്യുന്നത് അന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാണ്? സാക്ഷാൽ EK നായനാർ. അവരുടെ വേദിയിൽ നിന്നുകൊണ്ട് EK നായനാർ പറഞ്ഞ വാചകങ്ങൾ ഇവിടെ ഓർക്കാതെ പോകരുത്. ഈ സ്റ്റോറിയെ കാണുമ്പോൾ എന്താണ് നായനാർ പറഞ്ഞത്? KM മാത്യു ചീഫ് എഡിറ്റർ തൊട്ടടുത്തിരിക്കുന്നു. മനോരമ കുടുംബം മുഴുവൻ അവിടെ ഇരിക്കുന്നു. മനോരമയുടെ എഡിറ്റോറിയൽ ആൾക്കാരെല്ലാം അവിടെ ഇരിക്കുന്നു. മറ്റു നേതാക്കളിരിക്കുന്നു. പരസ്യമായിട്ടായി വേദിയിൽ നായനാരുടെ പ്രസംഗത്തിൽ പറഞ്ഞ വാചകങ്ങൾ ഇങ്ങനെയായിരുന്നു. നിങ്ങൾ, നായനാരുടെ വാക്കുകളാണ്, നിങ്ങൾ 100 വർഷമായില്ലേ ഞങ്ങൾക്കെതിരെ എഴുതുന്നു. നിങ്ങൾ 100 വർഷമായില്ലേ ഞങ്ങൾക്കെതിരെ എഴുതുന്നു. ഞങ്ങൾ വീണ്ടും വീണ്ടും അധികാരത്തിൽ വന്നു. നിങ്ങൾ വിഷം കുടിച്ചില്ല. ഇനിയെങ്കിലും ഈ എഴുത്ത് നിർത്തിക്കൂടെ? KM മാത്യു ഉൾപ്പെടെയുള്ളവർ ചിരിച്ചതല്ലാതെ ഒന്നും പ്രതികരിച്ചില്ല. അതുകൊണ്ട് അന്ന് നായനാർ പറഞ്ഞത് മനോരമ കേട്ടോ? ഇന്നും ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനേക്കാൾ പൂർവാധിക ശക്തിയായിട്ട് അവരവരുടെ പണി ചെയ്തുകൊണ്ടിരിക്കുന്നു. ആർക്കെതിരെ? ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനെതിരെ, പിണറായി സർക്കാരിനെതിരെ, കമ്മ്യൂണിസത്തിനെതിരെ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നാൽ ആത്മഹത്യ എന്ന് പറഞ്ഞ മനോരമ കുടുംബം, അതിന് തലപ്പത്തിരുന്നയാൾ പറഞ്ഞ വാചകങ്ങളല്ലേ? ഇപ്പം എന്തായി? ഞാൻ 7 വർഷം മനോരമയിൽ ഒരു പ്രധാന പദവിയിൽ ജോലി ചെയ്ത ഒരാളാണ്. മനോരമ ഓൺലൈനിൻ്റെ വളരെ പ്രധാനപ്പെട്ട തസ്തികയിൽ കോട്ടയത്ത് ജോലി ചെയ്ത ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് ഈ ജോഗ്രഫിയെല്ലാം നന്നായിട്ട് അറിയാം. മനോരമയിലെ കാര്യങ്ങളും എനിക്കറിയാം. അപ്പോൾ മനോരമ ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ ഒരു പാഠവും പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് ഇപ്പോഴും ഇത്തരം വാർത്തകൾ ചില നുണവാർത്തകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ നദ്ദയുടെ കാര്യം നമ്മൾ ഇവിടെയും പറയണം. ഈ വീണ ജോർജിൻ്റെ വിഷയത്തിൽ മനോരമയും ചെയ്ത റിപ്പോർട്ടുകൾ
പിന്നെ ഇത്തരം കാര്യങ്ങൾ എങ്ങനെ ജേർണലിസത്തിൽപ്പെടുത്തി പറയാൻ പറ്റും? ഇപ്പം മനോരമ ഇത്രയും കൊല്ലം 100 കൊല്ലം എഴുതിയിട്ടും ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ക്ഷയിച്ചില്ലല്ലോ. അപ്പോൾ ചോദിക്കും ബംഗാളിൽ ഇല്ലാണ്ടായില്ലേ? ബംഗാളല്ലല്ലോ കേരളം, കേരളത്തിലെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ഈ വീണ ജോർജ് വിഷയത്തിൽ, അതുപോലെ മറ്റു വിഷയങ്ങളിൽ, ആശാവർക്കർമാരുടെ സമരത്തിൻ്റെ കാര്യത്തിൽ, ഈ കേസിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ കാര്യത്തിൽ, എവിടെല്ലാം CPM-നെയും ഗവൺമെൻറ്റിനെയും കൂട്ടിക്കെട്ടാൻ പറ്റും, അല്ലെങ്കിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ പറ്റും, അതാണ് മാധ്യമപ്രവർത്തനം. നുണ പറയുന്നതാണ് മാധ്യമപ്രവർത്തനം, സത്യം കണ്ടെത്തുന്നതല്ല. അത് വീണ ജോർജ് കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റിൻ്റെയും മറ്റുള്ളവർ റിപ്പോർട്ടർമാരെ ഓർമ്മപ്പെടുത്തി. നിങ്ങൾ വസ്തുതകൾ കണ്ട് റിപ്പോർട്ട് ചെയ്യും. അവർ വർഷങ്ങളോളം ഒരു ജേർണലിസ്റ്റ് ആയിരുന്നു, അറിയാമല്ലോ വീണ ജോർജ്. ഇവരോട് പറഞ്ഞു കൊടുത്തു, നിങ്ങൾ വസ്തുതകൾ പഠിച്ചിട്ട് റിപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങൾ എന്താണ് ചെയ്തത്? അതുകൊണ്ട് വസ്തുതകൾ പഠിച്ച് റിപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ അത് സ്വന്തം അനുഭവത്തിൽ നിന്ന് അവർ പറഞ്ഞതാണ്. പിന്നെ അവർ MLA മന്ത്രിയായതിൻ്റെ കുശുമ്പ് ഗുഡായ്മ ഞങ്ങൾ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞതാണ്. അതിൻ്റെ അസൂയ സഹിക്കാൻ പറ്റുന്നില്ല, അത്രയോട് കാര്യം.